ഹലോ വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾഡ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഈവനിങ് ടൈമാണ് കേട്ടോ. അപ്പോൾ നിക്ക് ഭയങ്കര വയലൻ്റായിട്ട് നടക്കുവാണ് കേട്ടോ. ഭയങ്കര ദേഷ്യത്തിൽ അത് അവളുടെ വണ്ടിയും ചെയറും ഒക്കെ എടുത്ത് എറിഞ്ഞ് ഒരു ബഹളത്തിൽ നടക്കുവാണ്. അപ്പോൾ ഞാൻ എന്താ ഈവനിങ്ങിൽ ഇന്ന് കോഫി കുടിക്കാൻ കരുതി കേട്ടോ. എന്നും ചായയാണ് കുടിക്കുന്നത്. ചായ എനിക്ക് മസ്റ്റാണ് കേട്ടോ. വൈകിട്ടും രാവിലെയും ഒക്കെ എനിക്കും ചേട്ടനും മസ്റ്റാണ്. അപ്പോൾ ഇന്ന് എന്തായാലും കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോഫിയൊക്കെ ഇട്ട് അപ്പം നിക്കുവിന് മില്ലറ്റ് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ വെള്ളമൊക്കെ അതേ വെക്കുവാണ് കേട്ടോ. അതിന് കാരണം എന്ന് വെച്ചാൽ നിക്കു ഇന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ല, ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒന്ന് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാം എന്ന് കരുതി, അവൾ കുറച്ച് കഴിച്ചോട്ടെ എന്ന് കരുതി വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു. നൂഡിൽസ് വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ കോഫിയൊക്കെ എടുത്ത് കുടിക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ കോഫി അടിക്കുമ്പോഴത്തേന് നല്ല ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്മെല്ല്, കോഫിയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോഫി കുടിക്കുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഒരു കൊതി അങ്ങ് തോന്നും, അപ്പോൾ കുടിക്കും. അപ്പോൾ നമ്മുടെ നിക്കുവിന് കുറച്ച് നൂഡിൽസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന്. അപ്പോൾ മില്ലറ്റ് നൂഡിൽസ് കുറച്ച് ഹെൽത്തി ആയതുകൊണ്ട് അത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ തോന്നും, ഇഷ്ടമുള്ളപ്പോൾ കൊടുക്കാം കേട്ടോ. അതായത് വെള്ളം തിളച്ചപ്പോഴത്തേനും അതിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കും. ഇതിന് ഇത്തിരി വേവ് കൂടുതലുണ്ട് കേട്ടോ. മില്ലറ്റ് നൂഡിൽസ് നമ്മുടെ ഇപ്പി മാഗി പോലെ പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല, കുറച്ച് ടൈം എടുത്തേ ഇത് വേവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നിട്ട് ഒരു ചെറിയൊരു പാത്രത്തിൻ്റെ അടപ്പെടുത്ത് ഇങ്ങനെ അടച്ച് വെക്കണം കേട്ടോ. ഇത് പൊന്തി തൂവും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പകുതി അടച്ച് വെക്കുക. അതിനുശേഷം ഞാൻ എൻ്റെ കോഫിയിലോട്ട് വീണ്ടും തിരിഞ്ഞ കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും അവിടെ ബഹളം വെച്ചുകൊണ്ടൊക്കെ നിൽക്കുവാണ് കേട്ടോ. ഇന്ന് രാവിലെ മുതലേ ഇത്തിരി കലിപ്പിലാണ് ആൾ, എന്താണെന്ന് അറിയത്തില്ല, വാശിയും ബഹളമൊക്കെ ഉണ്ട്. അപ്പോൾ ഭദ്രയും ചേച്ചിയും കൂടെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുവാണേ. അപ്പോൾ പോയി നിൽക്കുവാണ്. ഇനി എങ്ങാനും എന്നെ കൊണ്ടുപോയാലോ, ചിലപ്പോൾ കൊണ്ടുപോകാമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾ പോയി നിൽക്കുവാണ്. അവർ പുറത്തെങ്ങാണ്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി തിരിഞ്ഞു. ഇത് നൂഡിൽസിലിടുന്ന മറ്റേ നമ്മുടെ മസാല പൗഡറാണ് കേട്ടോ. ഇതിങ്ങനെ സാധാരണ അവർക്ക് യൂസ് ചെയ്യാറില്ല, അവർക്ക് അത്ര നല്ലതല്ലല്ലോ. ഞാൻ സാധാരണ കുറച്ച് മുളക് പൊടി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അവർക്ക് ഇത്തിരി ടേസ്റ്റോടെ അവർക്ക് ഇഷ്ടമുള്ള ആണെങ്കിൽ അതങ്ങ് കഴിച്ചോട്ടെ എന്ന് കരുതി. കാരണം ഞാൻ പറഞ്ഞില്ല, ഒന്നും കഴിച്ചില്ല ഇന്ന്. അപ്പോൾ ഞാൻ ചേച്ചി ഉഴുന്നോടെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിക്കാൻ കരുതി, അതും കോഫിയും കുടിക്കാൻ കരുതി. രണ്ടും കൂടെ ഒരുമിച്ച് നടത്തുന്നുണ്ട് കേട്ടോ, കോഫി കുടിയും നൂഡിൽസ് ഉണ്ടാക്കലും എല്ലാം കൂടെ. അപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്ത് കൈ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കിടന്ന് കരഞ്ഞ് വിളിച്ചപ്പോൾ. എന്നിട്ട് ഞാൻ ഉഴുന്നോടെ കഴിച്ചപ്പോൾ അവൾക്ക് ചെറിയൊരു പീസ് ബിസ്ക്കറ്റ് എടുത്ത് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും. ഒരു ബിസ്ക്കറ്റൊന്നും കൊടുക്കത്തില്ല കേട്ടോ. കൊടുക്കുന്നതേ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, എന്ത് ചെയ്യാനാ, ഇപ്പോഴത്തെ ഈ ഒരു ടൈപ്പിലുള്ള പിള്ളേരുടെ അവസ്ഥ അറിയാമല്ലോ. ഭയങ്കര വാശിയും ബഹളവും കരച്ചിലും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഒരു ചെറിയ പീസ് എടുത്ത് കൈ കൊടുത്ത് അവിടെ അങ്ങനെ അതുകൊണ്ട് അടങ്ങിയിരിക്കുവാണ് കേട്ടോ. അവിടെ അടങ്ങിയൊന്നും ഇരിക്കുന്നില്ല, അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ നല്ല ഉഴുന്നുവടയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നൂഡിൽസിന് ക്യാരറ്റും ടൊമാറ്റോയും കുറച്ചുള്ളിയും മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിക്കു അതെല്ലാം ഒരു പ്രാവശ്യം ഞാൻ കട്ട് ചെയ്ത് വെച്ചതെല്ലാം തെറിപ്പിച്ചിട്ടതാണ് കേട്ടോ. വീണ്ടും ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. എന്നിട്ടാണ് ഒന്നും അറിയാത്ത പോലെ അവിടെ നടക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കടുക് വറുത്ത് ജസ്റ്റ് ഒന്ന് നമ്മളെന്താ സാധാരണ കറികളൊക്കെ വെക്കണ പോലെ ഇങ്ങനെ ആക്കി എടുക്കുക ഒന്ന്. അതിനുശേഷം നമ്മുടെ മുട്ട എടുത്ത് പൊട്ടിച്ച് അതിലൊഴിക്കണം, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ നമുക്ക് ഇലയുടെ ഉണ്ടാക്കുവാണ് കേട്ടോ. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ബാക്കി മാവിരുന്നതിന് കുറച്ച് ഒക്കെ അമ്മ ശർക്കരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇലയുടെ ഉണ്ടാക്കുന്നിരുന്നത്. അപ്പോൾ രണ്ടും ഒരുമിച്ചാണ് കേട്ടോ നടക്കുന്നത്, ഇലയുടെയും നൂഡിൽസും. അപ്പോൾ ഞാൻ രണ്ടിടവും മാറി മാറി വീഡിയോ എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിക്ക് വന്ന് ഇവിടെ ബഹളം വയ്ക്കുന്നുണ്ട്, ശർക്കരയും തേങ്ങയും കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം അറിയാം അവൾക്ക് കേട്ടോ. 1.5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂവെങ്കിൽ 2 വയസ്സാകാൻ പോകുന്നുണ്ട്. എന്നാലും എല്ലാ A to Z കാര്യം അവർക്ക് അറിയാം. ഇപ്പോഴത്തെ എല്ലാ പിള്ളേർക്കും അങ്ങനെയാണല്ലോ, നമുക്കറിയാത്ത കാര്യങ്ങൾ വരെ അവർക്കറിയായിരിക്കും. അപ്പോൾ ആളിതേ വന്ന് നിൽക്കുന്നുണ്ട്, കുറച്ച് പ്ലേറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതിന് ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ ഞാൻ നൂഡിൽസിൻ്റെ അടുത്ത പരിപാടിയിലോട്ട് കടന്നു. കുറച്ച് മസാലയൊക്കെ തട്ടിയിട്ട് നമ്മുടെ ആ ടൊമാറ്റോയും വെജിറ്റബിൾസ്, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം കേട്ടോ. ബീൻസോ ബ്രൊക്കോളിയോ ക്യാപ്സിക്കം എന്ത് വേണോ ഇടാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഞാനിട്ടു. പിന്നെ അവൾ കഴിക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാനിട്ടു. എന്നിട്ട് അതിൽ തന്നെ ആ ചീനച്ചട്ടി തന്നെ നമ്മൾ ആ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് അതിൽ തന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കണം കേട്ടോ. മുട്ട ഇതുപോലെ തന്നെ ചിക്കി എടുക്കണം. നമ്മുടെ സാധാരണ ഇപ്പോൾ ഈ നൂഡിൽസ് മാഗിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല, ഞാനുണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിൽക്കും അവിടെ ബഹളവും ഒക്കെ വെക്കുന്നുമുണ്ട്.
രക്ഷയില്ലാത്ത ബഹളമാണ് ആൾ. വിശക്കുന്നുണ്ട്, ഉറക്കമുണ്ട്. വിശക്കുന്നുണ്ടെങ്കിൽ ആഹാരം കഴിക്കത്തില്ല, പാല് മാത്രം കുടിക്കുകയാണ് അവളുടെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അപ്പോൾ ഇത് എൻ്റെ തലയിലൊരു സ്ലൈഡ് ഇരിക്കുന്നുണ്ടല്ലേ, അവളുടെ നിക്കുൻ്റെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അമ്മൂമ്മ ഓടി എന്തിനെന്ന് വെച്ചാൽ അമ്മൂമ്മ അവിടെ ഇലയിടയ്ക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു, അതിനെടുത്ത് തറയിലിടാൻ വേണ്ടിയിട്ട് ഓടിപ്പോയിരിക്കുകയാണ്. നിൽക്കുമോ അവളെ പിടിക്കാൻ വേണ്ടി ഓടിയതാണ് അമ്മൂമ്മ. അത് കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചത്. ജസ്റ്റ് മിസ്, ഇല്ലെങ്കിൽ എല്ലാം കൂടെ തറയിൽ പോകുമായിരുന്നു. അങ്ങനെ അമ്മൂമ്മ ഓടിച്ചിടുവാണ് ആളെ. അപ്പം ഞാൻ നമ്മൾ ഇത് നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന നൂഡിൽസ് ആ ചൂടുവെള്ളം കളഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ വീണ്ടും ഒന്നുകൂടെ കഴുകി എടുത്ത് ഊറ്റി വെച്ചിരുന്നതാണ്. അതിന് നമ്മൾ ഈ സംഭവത്തിലൂടെ ഇടുന്ന കേട്ടോ. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ എൻ്റെ ഇടയിൽ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് അന്ന് അടച്ച് വെച്ച് ഇത്തിരി നേരം വേവിച്ച് എടുക്കണം. കുറച്ച് നേരം ഇത്തിരി വെള്ളം, ഇതുപോലെ ഇത്ര വെള്ളം മാത്രം ഒഴിച്ച് കുറച്ച് നേരം അടച്ച് വെച്ചിരിക്കണം കേട്ടോ. അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പം നമുക്കിങ്ങനെ കുറച്ച് വെള്ളമായിട്ട് കഴിക്കുന്നതാണെങ്കിൽ ഇഷ്ടം, അങ്ങനെ ഡ്രൈ ആക്കുന്നെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ. പിന്നെ ഇത് നല്ല നീളത്തിനാണ് കേട്ടോ ഈ നൂഡിൽസ് കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അവരുടെ തൊണ്ടയിലൊക്കെ സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ ഞാൻ എൻ്റെ പ്ലേറ്റിൽ അങ്ങ് എടുത്ത് കേട്ടോ. ഒരു വെറൈറ്റിക്ക് അവൾക്ക് ഇരിക്കട്ടെ എന്ന് കരുതി എൻ്റെ പ്ലേറ്റിലാണ് അങ്ങ് എടുത്തതും. പിന്നെ ഇത്രയൊന്നും അല്ല, കഴിക്കത്തേ ഇല്ല. അവൾക്ക് ഇഷ്ടമുള്ള സാധനമാണിത്, പക്ഷേ ഇഷ്ടമാണെങ്കിൽ പോലും അവളത് കഴിക്കത്തില്ല. 2-3 വായൊക്കെ എടുത്ത് കഴിച്ചതിന് ശേഷം അങ്ങ് മതിയാക്കും. ബാക്കി ഞാൻ തന്നെ കഴിച്ചു ആസ് യൂഷ്വൽ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ. പിന്നെ ഞാൻ അടുത്ത നെക്സ്റ്റ് ചായയും കുടിച്ച് ഇലയുടെ അടുത്ത് കഴിക്കുവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല മഴയുടെ കാലാവസ്ഥയും ഇലയുടെയും ഒക്കെ ആയപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ നിക്കൂന് എന്താ ക്യൂടെക്സ് ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് വാശി പിടിച്ച് കരയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഫുള്ള് വിരൽ ഫുള്ള് ഇട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോൾ മഴയില്ല, നല്ല വെയിലും നല്ല കാലാവസ്ഥയായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നിക്കുവിനെ 2 ദിവസമായിട്ട് കുളിപ്പിക്കുന്നില്ല, കാരണം ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ട് കുളിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ കരുതി ഇന്ന് നല്ല എണ്ണയൊക്കെ തേച്ച് വെയിൽ നിൽക്കുകയല്ലേ, അങ്ങ് തലയൊക്കെ കുളിപ്പിക്കാമെന്ന് കരുതി എണ്ണയൊക്കെ ഫുള്ള് തേപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളൊറ്റയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അതേ പോയിരുന്ന് എണ്ണയൊക്കെ തേക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിക്കുവിന് ഞാൻ പറഞ്ഞിരുന്ന മറ്റേ മാജിക്കൽ ഓയിൽ ഞാൻ കാച്ചിയെടുക്കുന്നത്. പക്ഷേ ഞാൻ പുതുതായിട്ട് കാച്ചിയിട്ടില്ല, ഇത് മുന്നത്തെ ഇരുന്നതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാച്ചാന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് അവിടെ ഭയങ്കര കാര്യമായിട്ടുള്ള എണ്ണ ഒഴിപ്പാണ്. ഇടയ്ക്ക് കളയാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോ എന്ന് പറഞ്ഞ് ദേഹത്തൊക്കെ തേക്കാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എടുത്ത് കാലിലാണ് മെയിനായിട്ട് തേക്കുന്നത് കേട്ടോ. 2 കാലും ഇങ്ങനെ തേച്ചിട്ടേ ഇരിക്കും ആൾ. അപ്പോൾ കാലും കയ്യിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കും. നല്ല ഓയിലാണ് കേട്ടോ, നല്ല ഓയിലാണ്. മക്കളുടെ നല്ല സ്കിൻ എന്ത് കളറാണോ ആ സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ട് അടിപൊളിയായിട്ടിരിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. നല്ല ഓയിലാണ്. വലിയവർക്ക് യൂസ് ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം എനിക്ക് ഉറങ്ങി കേട്ടോ കുളിച്ചതിന് ശേഷം. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പണിപ്പുരയിലോട്ട് കയറി കേട്ടോ. വേറെ ഒന്നുമല്ല, സ്റ്റിച്ചിങ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്നിൽ പെർഫെക്റ്റ് ആവണമെങ്കിൽ, എനിക്കെന്തെങ്കിലും ആർക്കായാലും എന്തെങ്കിലും ഒന്ന് പെർഫെക്റ്റ് ആവണമെങ്കിൽ അത് റെഗുലറായിട്ട് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് എനിക്കിപ്പോൾ തയ്ക്കാനൊന്നും ഇല്ലെങ്കിൽ കൂടെ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അങ്ങ് തയ്ക്കും. ഇപ്പോൾ ഈ തയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്ത പരിപാടിയാണ്. കാരണം വലിയവർക്കുള്ള ഡ്രസ്സാണ്. അതായത് എനിക്ക് വേണ്ടി തന്നെ ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി. എനിക്ക് കുഞ്ഞുങ്ങളുടെ സ്റ്റിച്ച് അറിയാവുള്ളൂ, അതുപോലെ നേരെ ചൊവ്വേ അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. നിക്കുവിന് 8-9 മാസമായപ്പോൾ തൊട്ട് വെറുതെ കൈത്തയ്യിലിട്ട് നോക്കി യൂട്യൂബിലൊക്കെ നോക്കി ജസ്റ്റ് ഒന്ന് തുടങ്ങിയതാണ് കേട്ടോ ഈ പരിപാടി. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നില്ല ശരിയാവും. ഞാൻ ഒന്ന് ഇട്ടൊക്കെ നോക്കി, നെക്ക് വേറൊരിടത്ത് കൈക്കുഴി വേറൊരിടത്ത് ഒക്കെ കിടക്കുന്നു, ഒരു പിടിയില്ല. ഇത് എനിക്കിടാൻ പറ്റുമെന്ന് പോലും എനിക്കൊരു പിടിയില്ല. എന്തായാലും ഒന്ന് നോക്കാം, ഞാനല്ലേ ഇടുന്നത്, അതുകൊണ്ട് വലിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ കരുതി ഞാനങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ ഇന്ന്. അങ്ങനെ തുണികളൊക്കെ ഉണങ്ങാത്ത തുണികളൊക്കെ പറക്കി എല്ലാം നിരത്തിയിട്ടേക്കുവാണ് കേട്ടോ. ആ ഉള്ള സമയത്ത് എല്ലാം ഉണങ്ങി കിട്ടട്ടെ എന്ന് കരുതി എല്ലാം പറക്കിയിട്ടേക്കുവാണ്. നിക്കുവിനെ കുളിപ്പിച്ച ബക്കറ്റും സോപ്പും എല്ലാം കൂടെ വെയിലത്തിട്ടിട്ട് ഉണക്കി എടുക്കാമെന്ന് കരുതി എല്ലാം എടുത്തിട്ടുണ്ട്. അതിനുശേഷം നിക്കുവിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഉറക്കത്തിൽ മാത്രമേ അതിന് പറ്റുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഒരു സമയം ഉണ്ടായിരിക്കത്തില്ല. മുഖമൊക്കെ മൂടി കിടക്കുവാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ട്, എനിക്ക് വീഡിയോ പിടിച്ചിട്ട് അങ്ങനെ പറ്റുന്നില്ല കേട്ടോ, വീഡിയോയും പിടിച്ച് ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഒരുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വീഡിയോ എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഒരുക്കി റെഡിയാക്കിയത്. എപ്പോഴും ഇങ്ങനെ ഒരുക്കി കൊടുക്കാറൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എനിക്ക് തോന്നുമ്പോൾ, അവളെനിക്ക് അങ്ങനെ കാണുമെന്ന് തോന്നുമ്പോൾ മാത്രം, അല്ലാതെ ഒരു മേക്കപ്പും പൗഡറോ പൊട്ട് മാത്രം ഇട്ട് കൊടുക്കട്ടെ എവിടെ പോകുമ്പോഴും, അല്ലാണ്ട് പൗഡറോ ഒന്നും ഇടില്ല. ഇപ്പം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒക്കേഷണലി നമ്മൾ അമ്പലത്തിൽ പോകുമ്പം കല്യാണം അങ്ങനെയൊക്കെ എനിക്ക് നന്നായിട്ട് ഒരുക്കി കൊടുക്കുമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. പിന്നെ എനിക്കിതുപോലെ അവളങ്ങനെ കാണാൻ തോന്നുമ്പോൾ മാത്രം അങ്ങനെ ഒരുക്കി കൊടുക്കും. അപ്പോൾ ഈ കരിയും സംഭവങ്ങളൊന്നും അവർക്ക് അത്ര നല്ലതല്ലെന്ന് അറിയാലോ. കണ്ണിനകത്ത് ഞാൻ ഒരിക്കലും വരയ്ക്കില്ല കേട്ടോ, ഇതുവരെയ്ക്ക് വരച്ചിട്ടുമില്ല. ഇനി കുറച്ച് നാളത്തേക്ക് അങ്ങനെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇതുപോലെ പുറത്തൊക്കെ ഇട്ടിങ്ങനെ വാലിട്ട് എഴുതി കൊടുക്കും. അതും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, വല്ലപ്പോഴും ഒരിക്കലും മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞതേ നമ്മുടെ സുന്ദരിമണി എഴുന്നേറ്റിട്ടുണ്ട് കേട്ടാ. ഇന്ന് കരച്ചിലൊന്നും ഇല്ലാതെ എഴുന്നേറ്റ് വന്ന്, അപ്പോൾ നന്നായിട്ട് ഉറങ്ങിയതുകൊണ്ടായിരിക്കും കരച്ചിലൊന്നും ഇല്ലാതെ എഴുന്നേറ്റ് വന്ന്.
കണ്ണൊക്കെ വരച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വരയ്ക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാട്ടോ. നല്ല സുന്ദരിയായിട്ടുണ്ട് ചക്കര. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ പിടിക്കുന്നത് കണ്ടിട്ട് ഹലോ ഹായ് എന്നൊക്കെ ഞാൻ പറയുന്ന പോലെ എന്നെ അനുകരിച്ച് പറയുകയാണ് കേട്ടോ ഓരോന്നും കിടന്നിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. 2 ദിവസത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.